അപ്പൊ രാജേഷിനും ഭാരത് ബെൻസിന്റെ ഒരു കുറവുണ്ടായിരുന്നു, അതങ്ങോട്ട് തീർന്നു. രാജേഷ് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി ഇടണം. റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ വണ്ടി ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. നമ്മളുടെ ചാവി അങ്ങോട്ട് ഇങ്ങോട്ട് മാറുകയാണ് കേട്ടോ. അതുകൊണ്ട് വെച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്ന് നിൽക്കുന്നത് എറണാകുളത്താണ് ഗൈസ്. കുറച്ച് ദിവസമായി എറണാകുളത്ത് വന്നിട്ട് ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. എനിക്കൊരു ചെറിയ റോളുണ്ട്, അത് അഭിനയിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് വേണ്ടിയുള്ള കാര്യത്തിനായിട്ട് വന്നതാണ്. രാവിലെ തന്നെ കാക്കിയൊക്കെ ഇട്ട് ഇരിക്കുന്നതാണ്. ഇപ്പോൾ സമയം ഉച്ചയായി, ഒരു ഷോട്ട് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നലെ കുറേ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും കുറേ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇന്ന്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡൊക്കെയാണ് എൻ്റെ മുഖം ഒന്ന് മിന്നി മറഞ്ഞു പോകാന്ന് പറയില്ലേ, അങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷെ എത്ര സമയം ഷൂട്ട് ചെയ്തിട്ടാണെന്നറിയാം ആ ചെറിയ ഷോട്ട് ഉണ്ടാക്കണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സൈസ് സംഭവം എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഷൂട്ടിങ് പോലും നിന്ന് കാണാൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും മനസ്സിലായി ഇത് ഭയങ്കര ടഫ് പരിപാടിയാണ്. 3 ദിവസമായി അതിൻ്റെ പിന്നാലെ നിൽക്കണം. അപ്പം ശരിക്കും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് പറയില്ലേ, ഇങ്ങനെയൊക്കെയാണ് ഒരു സിനിമ പിടിക്കുന്നത്. നമ്മൾ വ്ളോഗ് ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂസ് നടന്നു പോകണ പോലത്തെ സംഭവമൊന്നുമല്ല. ഇപ്പം നിലവിൽ ഷൂട്ടിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ നിന്ന് മടുത്ത് അപ്പോൾ ഓട്ടോറിക്ഷയുടെ ഉള്ളിലൊന്ന് കയറി ഇരുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും പുതുമുഖങ്ങളല്ലേ, ഈ ബഡ്ജറ്റ് ആണ് അവരുടെ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുമുഖങ്ങളാണ് ഫുള്ള്. ആകെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലെ ഏതൊരു പെൺകുട്ടിയാണ് നായികി, പിന്നെ അതുപോലെ തന്നെ ഫുക്രു ആണ് ഇതിൻ്റെ ഡയറക്ടർ, പിന്നെ ഇവർ തന്നെയാണ് പ്രൊഡ്യൂസർമാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരുകളൊന്നും അധികമല്ല, എല്ലാവരും ഗഡികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരെണ്ണം എടുത്താൽ എങ്ങനെയാവും എന്നുള്ള ചോടിലാണ് സംഭവമൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഈ ഇപ്പോൾ ഒരു ഷെഡ്യൂൾ മാത്രമാണോ അതൊന്നും അറിയില്ല സംഭവം. അപ്പം എന്തായാലും ഉള്ള സാധനത്തിൽ വന്ന് അഭിനയിക്കാൻ പറഞ്ഞു. എന്നാൽ ശരി ഞാനും ഉണ്ട്. കാരണം അഭിനയ മോഹം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഉറങ്ങുന്ന ഒരു സാധനമല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ വിചാരിച്ചു എന്നാൽ ശരി ഒന്ന് പോയി അഭിനയിച്ച് നോക്കാം എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ അഭിനയിച്ചപ്പോൾ എന്താ പറയുക, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ കുറേ പ്രാവശ്യം അഭിനയിച്ച് എല്ലാവരും കളിയാക്കുക, ഒന്നും മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പയ്ക്കപ്പം ഇട്ടിട്ട് പോകും. ആ വക കേസൊന്നും മൈൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് എന്തെങ്കിലും അഭിനയിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ പിന്നെ ആദ്യത്തെ ഒരു ചമ്മൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പിന്നെ യാതൊരു പ്രശ്നമില്ല. ക്യാമറ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് നിറച്ചു ആൾക്കാർ അത് ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആദ്യം പിന്നെ ഓട്ടോമാറ്റിക്കലി അത് അങ്ങോട്ട് ചെയ്ത് പോകുമെന്ന് പറയുമ്പോൾ തന്നെ ശരി എന്ന് പറഞ്ഞാൽ ചെയ്തു പോകും. അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടി ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഈ ഓട്ടോറിക്ഷയാണ് നമ്മളുടെ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് ഞാൻ പുറത്ത് നിൽക്കുന്ന ഒരു സീനാണ് നിലവിൽ. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങാണ് ഇന്നലെ ചെയ്തത്. ഇപ്പോൾ ദേ ഷൂട്ടിങ് അവിടെ നടന്നുകൊണ്ടിരിക്കേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേ കാണുന്നതാണ് ഷൂട്ടിങ്. കണ്ടോ, എബിനും മറ്റേ നമ്മുടെ ഇക്കയും കൂടിയിട്ട് നടന്നു പോകുന്ന സമയത്ത് ക്യാമറ പിന്നിൽ മെല്ലെ നടന്നു പോകുക. അതായിരുന്നു സീൻ കേട്ടത്. ഫുക്കും അതും മൊബൈലിങ്ങനെ നോക്കുകയാണ് അത് കറക്റ്റ് ആയിട്ടുണ്ടോന്ന്. കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ പറയില്ല, വെച്ച് കഴിഞ്ഞാൽ വീണ്ടും റീടേക്ക്. ഓക്കെ ഓടി വരുന്ന സീൻ കഴിഞ്ഞിട്ട് പിന്നെ എന്നെ പിടിച്ച് തള്ളണമൊക്കെ ആയിട്ടുള്ള സീനാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇറങ്ങി ഓടി. അവർ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും എൻ്റെ ഷോട്ടിൽ ഞാൻ അവിടെ റെഡിയായി നിൽക്കാൻ പറഞ്ഞു. ഞാൻ വണ്ടിയുടെ ഉള്ളിലായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നേരെ ഇറങ്ങി അങ്ങോട്ട് ഓടി ചെന്നതാണ് കേട്ടോ. അപ്പോൾ ആ ടേക്കും കഴിഞ്ഞു, അതൊന്നും ആയിട്ടില്ല. ഇനിയും ടേക്കുകൾ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്കാണെങ്കിൽ നേരെ നമ്മുടെ വണ്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീടിൻ്റെ അവിടേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ട് നടക്കണില്ല. അപ്പോൾ എന്താവുന്നതെന്ന് അറിയില്ല. എന്തായാലും കുറച്ച് നേരത്തിന് ഷൂട്ടിങ്ങും കാര്യങ്ങളും ഇവിടെ നടക്കണേൻ്റെ ഒപ്പം തന്നെ നിൽക്കണം. കാരണം നമുക്ക് പകുതിയിലിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാരത് ബെൻസ് മേടിച്ചു നിലവിൽ. അപ്പോൾ ഭാരത് ബെൻസ് മേടിച്ചുകൊണ്ട് തന്നെ അത് എടുക്കാനായിട്ട് പോകണം. അതിൻ്റെ കാശും കാര്യങ്ങളും സെറ്റിൽ ചെയ്യാനും അതുപോലെ തന്നെ വണ്ടിയുടെ പേപ്പർ മേടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുള്ള ഉച്ച ആകുമ്പോഴേക്കും ചെല്ലാമെന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് ഇനി ഞാൻ ഇവിടെ നിന്ന് അവിടെ ഓടി എത്തി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താവുന്നുള്ളത് അറിയില്ല. എന്ത് തന്നെ ആയാലും ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ അപ്പം തന്നെ നേരെ വിടണം, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ രാവിലെ കുക്കും ഇവിടെ ഇരുന്നൊരു ബൈക്ക് എടുത്തിട്ട് വലിയ പരിപാടിയൊക്കെ ഇരുന്നു. അപ്പോൾ അതൊക്കെ കുറേ നേരം കണ്ടിരുന്നു. ടൈം പോകാനൊരു പ്രശ്നമില്ല. ലാഗാണ് ശരിക്കും പറഞ്ഞാൽ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വലിയ ഇതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ടാണ് കേട്ടോ ആംഗിൾ കറക്റ്റ് ചെയ്ത് അടിപൊളി വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, ഭാരത് ബെൻസ്. അപ്പോൾ ആ ഭാരത് ബെൻസ് ഞാനിങ്ങനെ ഗ്യാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ.
നമ്മളെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാരത് ബെൻസ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ പുതിയ വണ്ടിയാണ് ഇവിടെ കിടക്കുന്നതൊക്കെ. അപ്പോൾ അത് കണ്ട് അതിൻ്റെ മോഡൽ നമുക്ക് നമ്മളുടെ പഴയ വണ്ടി ആക്കി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ ഫുള്ള് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കി മനസ്സിലാക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതേപോലെ അല്ല ഇതേപോലെ നമുക്ക് നോക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ ഭാഗവും വീഡിയോ എടുത്ത് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. സംഭവം പുതിയ വണ്ടി ഓൾട്രേഷൻ ചെയ്തിട്ടുള്ള വണ്ടി കാണാൻ ജാതി ഭംഗിയാണ്. അപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലക്ഷങ്ങൾ മുടക്കി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ബോഡിയൊക്കെ കെട്ടി പെയിൻ്റൊക്കെ മാറ്റി അടിപൊളിയാക്കിയിട്ടുള്ളത്. നമ്മുടെ ട്രാവലർ എടുത്തിട്ട് കറക്റ്റ് പൊസിഷനിലേക്ക് ഇടാണ് കേട്ടോ. കാരണം ഓരോ ഷൂട്ട് കഴിയുമ്പോഴേ എന്താണെന്ന് വെച്ചാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ പ്ലേസിൽ തന്നെ കറക്റ്റ് ചെയ്ത് ഇടണം. അല്ലെങ്കിൽ വണ്ടി നേരത്തെ ഒരു പ്രാവശ്യം ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിൽ പിന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ അങ്ങനെയൊന്നും വരാൻ പാടില്ല. കറക്റ്റ് വര വരച്ചിട്ട് ആ വരയുമ്പോൾ തന്നെ ഇടണം. അപ്പോഴാണ് അടുത്ത ഷോട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ വണ്ടി കറക്റ്റ് പൊസിഷനിൽ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഷോട്ടിൽ വണ്ടി അപ്പുറത്ത് ഒരു ഷോട്ടിൽ ഇപ്പുറത്ത് അങ്ങനെയൊക്കെ ആവും. അപ്പോൾ കറക്റ്റ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നജീബിക്കയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നജീബിക്ക അറിയാണ്ട് ഒരു സർപ്രൈസ് കൊടുത്തതാണ്. കേക്ക് മുറിക്കൽ നജീബിക്കയോട് പറഞ്ഞില്ല. നജീബിക്കനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. കുറേ നേരം ഈ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറ്റാണ്ടിരുന്നു. എന്നിട്ട് ആ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും കേക്കൊക്കെ വെച്ച് സെറ്റാക്കിയതിന് ശേഷം ഇക്ക ഒരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വിളിച്ച് അകത്തേക്ക് കയറ്റി കേക്ക് മുറിച്ചതാണ് കേട്ടോ സംഭവം ഉണ്ടായത്. ഇക്കയ്ക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു എന്തായാലും. അപ്പോൾ ഞാൻ ഇക്കയുടെ കേക്ക് മുറിക്ക് വേണ്ടിയിട്ടാണ് നിന്ന, ഇല്ലെങ്കിൽ ഞാൻ പണ്ടേ പോകുന്നതിനെ. അപ്പോൾ ഫുഡും കഴിച്ച് നേരെ ഇനി വീട്ടിലേക്ക് വെച്ച് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 46ാമത് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഇക്കയ്ക്ക് എൻ്റെ വക ചെറിയ കഷ്ണം കേക്ക്. ഓക്കെ അക്ക എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോവാണ്. ഇനി അടുത്ത ദിവസം കാണാം. ഞാൻ അർജൻറ്റായിട്ട് പോവാൻ ഞാൻ പറഞ്ഞില്ലേ കേട്ടോ. വണ്ടി വിളിക്കാം കേട്ടോ. ഞാൻ നേരെ പോരാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ചോറ വന്നു. അപ്പോൾ ചോറുണ്ടിട്ട് അങ്ങോട്ട് പോരാലോ എന്ന് വിചാരിച്ചിട്ട് ചോറ് ഞാനായിട്ട് നിന്നുട്ടാ. അപ്പം നല്ല മീൻ വറുത്തത്, ഇന്നലെ മീൻ വറുത്തതും ഊണായിരുന്നു. അതേപോലെ ഇന്നും മീൻ വറുത്തതും അതേപോലെ ഊണാണ്. പിലോപ്പി ഉണ്ട്, അതുപോലെ തന്നെ അയിലുണ്ട്. ഞാൻ ഇന്നലെ ഒരു അയില തിന്നു, ഇന്നൊരു പിലോപ്പിയും കൂട്ടി ഒരു ഊണ് വെച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. അവിടുന്ന് വണ്ടി എടുത്ത് നേരെ പോകുന്നു. അവിടെ ഷൂട്ടിങ്ങും പരിപാടികളൊക്കെ ഇനി രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 2 മണി തൊട്ട് വീണ്ടും തുടങ്ങുമ്പോൾ 2 മണി 2:30 ആയില്ലേ. അപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നേരെ അങ്ങോട്ടേക്ക് പോകേണ്ട വണ്ടി ചിലപ്പോൾ ഇന്ന് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകണേ. അങ്ങനെയാണെങ്കിൽ നേരെ വണ്ടിയുടെ സ്ഥലത്തേക്ക് പോകണം. അതിന് മുന്നേ പൈസ അറേഞ്ച് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അവിടെ പോയിട്ടാണ് ബാക്കി വിശേഷങ്ങൾ എങ്ങനെയൊക്കെ ആവും എന്നുള്ളത് കറക്റ്റ് അറിയുള്ളൂ. അപ്പോൾ നേരെ ആദ്യം വീട്ടിലേക്ക് പോകാം, എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് എന്താവും എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പറവൂരിൽ നിന്നാണ് പോകണേ. പറവൂരിൽ നിന്ന് നേരെ ടോളൊക്കെ കൂടി പാലിയക്കര കൂടി എന്താ പറയുക നമ്മുടെ അങ്കമാലി ചാലക്കുടി കൂടിയിട്ട് നേരെ തൃശ്ശൂർ. ഗായ്സ് അർജന്റായിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇപ്പം നിർത്തേണ്ട വന്നു. കാരണം വണ്ടി ഓടിക്കാൻ പറ്റണില്ല. കണ്ണ് രണ്ടും അടഞ്ഞു പോയിട്ട് ഒരു രക്ഷയില്ല. നമ്മൾ കാര്യത്തിന് അത്യാവശ്യമായിട്ട് പോകുമ്പോൾ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടേക്ക് എത്താൻ ബോഡിയാ പോയി. അപ്പോൾ അത് വണ്ടി ഓടിക്കാൻ പറ്റണില്ല. 5 മിനിറ്റ് നിർത്തിയിട്ട് പോകാമെന്ന് ചോദിച്ചിട്ട് നിർത്തിയതാട്ടോ. കണ്ണ് 2 പ്രാവശ്യം അടഞ്ഞു പോയിട്ട് ഇങ്ങനെ ഇതായി. പിന്നെ വണ്ടി നമ്മൾ നേരെ ഒതുക്കി ഒരു റോഡിൻ്റെ സൈഡിൽ തന്നെ ചെറിയ സ്ഥലത്ത് ഒരു 5 മിനിറ്റ് കടന്നിട്ട് ഇനി പോവാട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നം ഉറക്കം വന്നു കഴിഞ്ഞാൽ തീരെ വണ്ടി ഓടിക്കാറില്ല. ഇങ്ങനെ അത്യാവശ്യ സിറ്റുവേഷനാണ്. പകലാണിത്. ഇപ്പോൾ സമയം 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാലും പക്ഷെ ഓടിക്കാൻ പറ്റണില്ല. അപ്പോൾ പരീക്ഷണാർത്ഥം നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പോയി കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷേ മനസ്സിലോട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രോബ്ലം ആവും. കുറച്ചേരം ഒന്ന് കടന്നിട്ട് പോകാം. അവിടെ നിന്ന് എടുത്ത് പോകുന്നു കേട്ടോ. അവിടെ നിന്ന് എടുത്ത് പോകുന്നത് നമ്മുടെ നിതയുടെ വീടിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെയും കയറ്റിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട് വീട്ടിലേക്ക്. അതിന് മുന്നേ ഇനിയിപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവരിപ്പോൾ പോകാനുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഞാൻ ഇറങ്ങി ചോദിച്ചു നോക്കട്ടെ. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവർ കൂടെ പോന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒപ്പം ഇങ്ങനെ വണ്ടിയിൽ ഇറങ്ങി നടക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ പോകാൻ നീ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോകാമെന്ന് വെച്ചിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് ഇന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് പോയിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് പോകണം. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കാര്യത്തിന് വേണ്ടി പോകണം. ഈ വണ്ടിയുടെ കാര്യങ്ങളും 2-3 പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പോകാനുണ്ട്. അപ്പോൾ നോക്കി നോക്കട്ടെ അവർ പോകാനുണ്ടല്ലേ എന്നുള്ളത്. ഹായ് മുത്തേ. വന്നപ്പോൾ തന്നെ ചെയ്ത് കേട്ടോ. കാരണം ഏതൊന്നും സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞിട്ട് ഫുള്ളും ഇതിലൂടെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ഹോം തിയേറ്ററിന് എന്ത് തിയേറ്ററായി കഴിഞ്ഞ് കഴിഞ്ഞാലും മെല്ലെ വെച്ചുകൂടെ. ഇത് ആകെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇരിക്കുന്നത് ഫുള്ള് ഉറക്കമായിരുന്നു. അപ്പോൾ എന്തായാലും നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്കിളൊക്കെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്കിളിനെ കൂട്ടിയിട്ട് വേണം
കച്ചവടം ചെയ്യണ സ്ഥലത്തേക്ക് പോയിട്ട്. അപ്പോൾ അയാൾ വിളിച്ചിട്ടില്ല. ആദ്യം അയാൾ വിളിച്ച് പറയണം ഞങ്ങൾ വരുന്നത്. അപ്പോൾ വണ്ടി അവിടെ എത്തിയതിന് ശേഷം ആൾ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ എന്ന് ചോദിച്ചില്ല. വണ്ടിയുടെ ഡ്രൈവറെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ലോഡ് ഇറക്കി തീർന്നിട്ട് നേരെ മറ്റേ വണ്ടിയുടെ ഷെഡിലേക്ക് മുതലാളിയുടെ വീട്ടിലേക്ക് പോകുന്ന പറഞ്ഞേക്കണം. അപ്പോൾ മുതലാളിയുടെ വീട്ടിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് ഞങ്ങൾ എത്തിയാൽ മതി. പിന്നെ പോയി അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ 2 ടയർ വണ്ടിയുടെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം വണ്ടി കൊണ്ടുവരാൻ. നേരെ ആദ്യം വീട്ടിലേക്ക് പോകാം, അവിടെ നേരെ വണ്ടി തുറന്ന സ്ഥലത്തേക്ക് പോകാം. പിന്നെ നമ്മുടെ അവിടെ തേപ്പിൻ്റെ പണിക്കാരുണ്ട് 2 പേര്. അവിടെ വരെ പോകണമെന്നുണ്ട്. പറ്റുകയാണെങ്കിൽ അവിടെ പോയി അവർക്ക് കൂലി കൊടുത്ത് വരാമെന്ന് വിചാരിച്ചത് നിൽക്കണം. ഇല്ല ചെയ്ത് നേരെ വണ്ടിയുടെ സ്ഥലത്തേക്ക് പോകും. വേറെ തീരുമാനിച്ചിട്ടില്ല. എന്തെങ്കിലും ഇതാകെ ഉറക്കം മാത്രമാണ് പ്രശ്നം, വേറെ എന്തെങ്കിലും പ്രശ്നം? ചൂട്. ഇവിടെ ഭയങ്കര ചൂടാണ് ഗൈസ്. ഫാൻ ഫുള്ളിൽ ഇട്ടിട്ടും ഭയങ്കര ചൂടാണ്. എന്താന്ന് ഗർമി ഹേ ബായ്. ഗർമി ഹേ മുതലാളി. നിനക്ക് അവിടെ ഇബിൾ ജെറ്റിന്റെ ആ സിനിമയിൽ ഒരു ചെറിയ സീൻ ഉണ്ടായിരുന്നു, കൊച്ചു കുട്ടികളുടെ. അതിൽ കിടന്ന് ഓണർ ഐസ്ക്രീം ഒരു കുട്ടി കിടന്ന് ഓണർ ഭാഗം ഉണ്ടായിരുന്നു. അത് നിനക്ക് വേണമെങ്കിൽ തരായിരുന്നു. വേണ്ടി വരില്ല അല്ലേ? അതിന് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നേരെ നീ സീനിന് ഭയങ്കര പൈസ ആയാലും അത് നിന്നെ ഒഴിവാക്കുന്നില്ല. ശരി. അപ്പൊ നമുക്ക് വീട്ടിൽ പോകാൻ എന്തായാലും കേട്ടാ. ചോദിച്ചാൽ 5 പാക്കറ്റ് പാല്, 5 പാക്കറ്റ് പാല് വേണം. അല്ലെങ്കിൽ 6 പാക്കറ്റ് ആയിക്കോട്ടെ. ആ കുതിയൊക്കെ കെട്ടാൻ പഠിച്ചല്ല. ശബ്ദമൊക്കെ പോയിട്ടില്ല. കടക്കാരിയുടെ ശബ്ദമൊക്കെ പോയിട്ടില്ല. 5 പാക്കറ്റ് പാലെടുക്കുമോ? നമ്മൾ സെൽഫ് സർവീസാ. നമ്മൾ തന്നെ തുറന്ന് നമ്മൾ തന്നെ പാലെടുത്തോണ്ട് പോകണം. അത് കണ്ടില്ലേ? ഒരു കവർ എടുക്കുക ചെറുത്. കഴിഞ്ഞില്ലേ? പോവല്ലേ? വാ. എന്നിട്ടത് ഞങ്ങളപ്പം അങ്ങനെ നേരെ ഇനി ഈ ഒരു വീട്ടിലേക്ക് പോവാണ്. അവരൊക്കെ വീട്ടിലേക്ക് എത്തറ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. എന്താന്ന് നോക്ക്, സോളാർ പാനല് 1.5 വോൾട്ടിന്റെ ഗീവ് അവേ നടത്തുന്നതായിരിക്കും. എന്തിട്ട് സോളാർ പാനല് 1.5 വോൾട്ടിന്റെ സോളാർ പാനല് ഗീവ് അവേ. എന്തിട്ടോ സംഭവം? സോളാറിന് വെറുതെ വായി തോന്നിയ നീ ബാക്കി ചെന്ന് കയറാം. അമ്മയ്ക്ക് കാലുവേനയുള്ളതാ. അമ്മക്ക് കാലൊക്കെ നീട്ടിക്കാൻ എളുപ്പമില്ല. ശരി എന്നാ പോവാ. ഗായ്സ്, നമ്മൾ വണ്ടി നോക്കാനായിട്ട് അങ്ങനെ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് ഓട്ടം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ പോയി നേരിട്ട് സംസാരിക്കണം. അപ്പോൾ അതാണ് പരിപാടി. ഞങ്ങളിത് അങ്കിളും വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തി. ഇനിയിപ്പോൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. അവരെ വണ്ടി കയറ്റിയിട്ടതിന് ശേഷം ഉള്ളിൽ പോയിട്ടാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ. റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ വണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. ഇവരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നതാണ്. എല്ലാ വണ്ടിയും ബ്ലോക്ക് ചെയ്ത് മെല്ലെ വേണം. അത് കറക്റ്റ് ഒരു വണ്ടി പോകുന്ന ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്കാണ് ബാക്കിലേക്ക് എടുത്ത് പോകുന്നത് സംഭവം. എന്താ മുത്തേ, ഇഷ്ടപ്പെട്ടാ? ചിരിക്കണ്ടല്ലോ വണ്ടി കണ്ടിട്ട് ചിരിക്കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടാ? ബാ. വണ്ടി ഒരു ഷെഡിൽ ഒതുക്കിയതേ. ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം മുത്ത് ഇതിൻ്റെ ഉള്ളിൽ അപ്പം തന്നെ കയറി ഇരുന്നു കേട്ടോ, സന്തോഷവാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ടയർ ഈ 4 മാറ്റിയിടാൻ ഉദ്ദേശിക്കുന്നത്. ഈ 4 മാറ്റി നമ്മൾ സാധാ വേറെ ടയർ ഇടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ 2 അപ്പുറത്തെ 2 അങ്ങനെ 4. നമ്മുടെ മറ്റേ കട്ട ടയർ അങ്ങോട്ട് മാറ്റി ലൈൻ ടയർ ഫസ്റ്റ് വെച്ചോളൂ, പുത്തൻ ടയർ അങ്ങോട്ട് ഇട്ടുണ്ട്. ചേട്ടാ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇതെങ്ങനെ ഈ പുത്തൻ ടയറാണോ അതേപോലെ തന്നെ അല്ല പുത്തൻ ടയറല്ല സോറി ഫസ്റ്റ് റിസോളാണോ സെക്കൻഡ് റിസോളാണോ എന്നുള്ളത് അറിയണേ? അതൊരു വിശ്വാസം മാത്രമല്ലേ? അല്ല ഞാൻ ചോദിക്കണത് എങ്ങനെ അറിയുമെന്ന് ചോദിക്കണം. അങ്ങനെയല്ല എൻ്റെ ചോദ്യം. അവർ ചെയ്ത് വയ്ക്കുമ്പോൾ ചിലതൊക്കെ ചിലപ്പോൾ 2ാം പ്രാവശ്യമാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്തേ ചെയ്ത് വെക്കോ? അറിയില്ല. നെറ്റില്ലാത്തോ? ഒന്ന് കറക്കിക്കോ, അവന്റെ ഒരു ആഗ്രഹം തീരട്ടെ. വേർപ്പ് വരില്ല അവന്റെ മേത്തുനിന്ന്. 3 മുറിക്കാം, അത് മതി. ബാക്കി ആ ചേട്ടൻ മുറിക്കോളും. ഉള്ളത് മുഴുവൻ. ഇതാണ് കേട്ടോ ഈ വണ്ടി ഓടിച്ചായിരുന്ന അജീഷ് ചേട്ടൻ. അപ്പൊ ആള് ദേ പോയിട്ട് വന്ന് അപ്പൊ തന്നെ ടയർ ആ സൈഡിൽ 2 അഴിച്ച് മാറ്റി
അപ്പുറത്തെ സൈഡിലെ മാറ്റി ഇപ്പുറത്തെ സൈഡിലെ മാറ്റി രണ്ടുപേര് കൂടിയിട്ട്. ആ ഗൈസ് അതൊക്കെ ശരിയാക്കിക്കോ ഗൈസ്. ബാക്കിയുള്ള വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ അടുത്ത ദിവസം കാണാം അല്ലേ ഗൈസ്. ഇതേ അപ്പോൾ നമ്മളുടെ ചാവി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ് കേട്ടോ. ഈ വണ്ടി ഓടിച്ചായിരുന്ന അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ അതുപോലെ തന്നെ രാജേഷിന് ചാവി കൊടുക്കുകയാണ്. താക്കോൽ പൈസ കൊടുക്കണം. രണ്ടിലുണ്ട്. ആ ഗൈസ് രണ്ടിലുണ്ട്. അങ്ങനെ അപ്പൻ ആദ്യമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും പറയണ്ടപ്പ? ഇതുമല്ല ഇത് വൈപ്പറാ. ലൈറ്റിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ ടയർ പൊക്കി വെക്കണത്. ഇതെന്താ അതൊന്നും കുഴപ്പമില്ല. ആകെ 4 സ്വിച്ച് അല്ലേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നോക്കട്ടെ. ആ അതെ കത്തിയില്ലേ. ഡിമ്മും ബ്രൈറ്റും ഇതായിരിക്കും. ആ അത് തന്നെ ഒന്നും അറിയില്ല. അപ്പൊ അപ്പൻ ആദ്യമായിട്ട് അങ്ങനെ വണ്ടി എടുക്കാണ്. ലൈറ്റ് ഉള്ളിലത്തെ ലൈറ്റ് ഏതാന്നിട്ട് നോക്കട്ടെ അപ്പൻ. അതെ അതിന് സ്വിച്ച് ഇവിടെ ഇല്ലല്ലോ. ഇതാ ആ അത് തന്നെ സ്വിച്ചും കണ്ടുപിടിച്ചു. അപ്പൊ എല്ലാം പിടിച്ചു. നമ്മുടെ ലൈറ്റ് വന്നിരിക്കാണ്. ഗിയർ 6 ഗിയറിലെ വണ്ടിയാണ്. 125 മീറ്ററിലുള്ള സ്പീഡ് ഗവർണർ ഉള്ളതുകൊണ്ട് തന്നെ 60-ലാണ് പോകുള്ളൂ. ഹാൻഡ് ബ്രേക്ക് വലിച്ചിരിക്കുന്നു. വണ്ടി നീങ്ങുന്നു. ആദ്യമായിട്ട് അങ്ങനെ നമ്മള് എന്താ പറയാ നമ്മള് കാശ് കൊടുത്ത് മേടിച്ച ഭാരത് ബെൻസ് ഓടിക്കുകയാണ്. നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. അന്നും ഓടിച്ചിട്ടുണ്ട്. അപ്പൊ അത് തന്നെ എനിക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിലവിൽ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തണം. നിർത്തിയിട്ട് നമ്മൾ ചായ കുടിക്കാനൊക്കെ പോകണം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ നെല്ലൊക്കെ ഇറക്കി കൊണ്ടുപോകണമെങ്കിൽ ഇത്തിരി പാടൊക്കെ ഉണ്ടത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അതൊരു എയിമിൽ അങ്ങോട്ട് പൊക്കോളും. ആ ഈ ഗ്ലാസ് പോയിട്ടുണ്ടല്ലേ സൈഡ് മിറർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് സൈഡ് കാണാൻ പറ്റില്ല. റൈറ്റ് സൈഡ് അതൊരു ഉന്നം വെച്ച് അങ്ങനെ ഓടിക്കാനാണ് പറ്റുള്ളൂ. ഇതിന്റെ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കയറ്റി ഓടിക്കണം വണ്ടി. അങ്ങനെ ഒരു സംഭവം. അപ്പൊ നിനക്ക് ഇതിൽ നിന്നും മനസ്സിലായ കാര്യം എന്താ? ഇവിടെ അത്ര വലിയ കയറ്റി ഓടിക്കേണ്ട ആവശ്യം ഇല്ല. ഈ പറയണ വലിയ പ്രശ്നങ്ങളും ബാധ്യതകളൊന്നും ഇവിടെ ഇല്ല. ഒതുക്കാൻ പറ്റിയ കണ്ട ഗിയറൊക്കെ നമ്മളെ കാറ് പോലെ സിമ്പിൾ. കണ്ട എന്ത് രസമായിട്ടാ. മസ്തക്ക് പോലും ഇത്ര സുഖമില്ലായിട്ട്. ഇതാറ് ഒരു പ്രശ്നമില്ല. അപ്പൊ കൊറേ നാളായി നമ്മള് ഭാരത് ബെൻസ് എന്ന് പറഞ്ഞ ആഗ്രഹം അങ്ങോട്ട് നിറവേറിയിരിക്കുകയാണ് അല്ലേ? അല്ല അപ്പൊ രാജേഷിനും ഭാരത് ബെൻസിന്റെ ഒരു കുറവുണ്ടായിരുന്നു. അതങ്ങോട്ട് തീർന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒതുക്കാനുള്ള സ്ഥലം കിട്ടിയിട്ട് വേണം നമുക്ക് ഒതുക്കാനായിട്ട്. അതാണ് ഒരു പ്രശ്നം. ചെറിയ സ്ഥലത്ത് ഒതുക്കാൻ പറ്റില്ല. ഒതുക്കാൻ പറ്റില്ല. നല്ല സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം ഒതുക്കല് നടക്കുള്ളൂ. പിന്നെ രസമായിട്ടുള്ള ഓടിക്കലുണ്ട് രാജേഷേ. ഇങ്ങനെ കാരണേ ഒതുക്കാനുള്ള സ്ഥലം എവിടെ കിട്ടും എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇത്. അതവിടെ ഉണ്ട് തോന്നുന്നല്ലേ. ജ്യൂസ് കടയുടെ സൈഡില് ഇവിടെ ഒരു വീല് റോട്ടിൽ നിന്ന് ഇറങ്ങിയാലും മതി. അവിടെ ഒതുക്കാവുന്നുണ്ട്. കമ്പിന്റെ അവിടെ സ്ഥലം ഉണ്ടാ. കമ്പിന്റെ അവിടെ ഒതുക്കാം. ഇവിടെ ഒന്നും ഒതുക്കില്ല. നമ്മളെ മസ്ത പോലെ ഒരു ചെറിയ സ്ഥലത്ത് ഒതുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. ബാക്കിലേക്ക് നല്ല നീളമുണ്ട്. അതന്നെ ബാക്കിലേക്ക് നല്ല നീളമുണ്ട്. അപ്പൊ അത് ഇവിടെ ഇല്ല അല്ലെ. അവിടെ ഒതുക്കും നമ്മള് ആ ഫ്രണ്ടിൽ കയറ്റിയിട്ട്. അല്ലെങ്കിൽ ഇവിടെ ഒതുക്കായിട്ട് പോലോ അല്ലേ. അത് ബാങ്കിന്റെ ഫ്രണ്ടാണ്. സമ്മതിക്കില്ല. ബമ്പിൽ തന്നെ പറഞ്ഞ പോലെ ഒതുക്കാം. ഞങ്ങള് വല്ലേ പോണുള്ളൂ. ഓടിച്ച് പഠിക്കുക. ഓടിച്ച് സെറ്റ് ആവട്ടെ. ബാക്കിലുള്ള ഓൾറെഡി നമുക്ക് ഇഷ്ടമില്ല.
ആരെയും കടത്തി വിടില്ല. 100, 120. എവിടെ? സ്കൂളാ അവിടെ ഇടാൻ പറ്റില്ല. പെട്രോൾ പമ്പിൽ ഇടാൻ പറ്റില്ലേ? ഇത് ഓണം അടിച്ചിട്ടൊന്നും കാര്യമില്ല ചേട്ടാ. ഞങ്ങള് ഇതിനെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുക, മനസ്സിലായ? വഴിയില്ലേ? ഗ്രൗണ്ടിൽ ഇറക്കിടാൻ പറ്റൂടാ? ഓണം കാലിടാൻ മോനെ. അയ്യോ, എല്ലാ വണ്ടികളും നമ്മുടെ താഴെ. നല്ല ഫീല്. ഇതിന് വെക്കാം. ഇതിന് AC ഇല്ലാന്നുള്ളു, പക്ഷെ ഫാൻ ഉണ്ട്. പക്ഷെ പൊടി എന്തൊക്കെ ചീത്ത പറയുന്ന വഴികളെ പോണോ നല്ല പോയതുകൊണ്ട് അറിയോ നിനക്ക്? അത്ര പോയ പോരെ? ക്ലാസ് മുട്ടില്ല നോക്കണ മുത്ത കണ്ട. ഇനി മൂന്ന് തിരിഞ്ഞോണ്ട് നോക്കണം. പണി പറയുന്നുണ്ട്. കയറ്റിയെടുത്താ ബാക്കില് ഓക്കെ. നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ കിലോമീറ്റർ 6,18,220 കിലോമീറ്റർ ആണ് കേട്ടോ ഗൈസ്. അപ്പൊ ഇനിയാണ് നമ്മൾ ഇവിടുന്ന് ഓട്ടം തുടങ്ങാൻ പോണത്. ഈ ഒരു ലേറ്റ് അത് നമ്മുടെ ബാക്കിലത്തെ ഒരു വീല് പൊങ്ങി നിൽക്കുന്നതിൻ്റെയാണ്, 2 വീല് പൊക്കി വെക്കുന്നതിൻ്റെയാണ്. അപ്പൊ നമുക്ക് പോയിട്ട് വണ്ടി മേടിച്ചതിന്റെ ചെലവായിട്ട് അവർക്ക് വന്നിട്ടുള്ള കൂടെ വന്നവർക്ക് എല്ലാവർക്കും ഒരു ഫുഡ് മേടിച്ചു കൊടുത്തിട്ട് വിടാന്ന് വിചാരിച്ചിട്ടാണ് നേരെ ഹോട്ടലിലേക്ക് പോവാണ്. ഓക്കെ മുത്തേ പോവാം. ഓക്കെ, ഞാൻ ഡ്രൈവർ സീറ്റ് രാജേഷ് കൈമാറിയിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് ഓടിക്കാം നമുക്ക്. വായോ ഇറങ്ങ്. ലൈറ്റ് ഓഫ് ചെയ്യാൻ അതും തന്നെ ഒരു ബട്ടൺ ട്രാ അത് പിടിച്ചു. ഞാൻ കറുപ്പ് അവിടെ സൈഡില് സൈഡില് ഞക്ക് അത് തന്നെ സൈഡില് അങ്ങനെ. കറക്റ്റ്. പോരെ മുത്തിറങ്ങി വേടാ. തുറക്കാൻ പറ്റില്ലേ? തുറക്കാൻ അറിയില്ലേ? അവിടെ ഒരു സാധനം ഇല്ലേ തുറക്കാനുള്ളത്? അടഞ്ഞിണ്ടായിരുന്നില്ല, അതാണ് തുറക്കാൻ പറ്റാത്തത്. ഓക്കെ കാറി കയറ്. ബുള്ളറ്റ് ഉണ്ടോ നിങ്ങളുടെ? ബുള്ളറ്റ് ഉണ്ടോ? അപ്പൊ എന്നാ ബുള്ളറ്റിലെടുത്തോ. ഞങ്ങൾ ഫേസിലേക്ക് നമ്മൾ കഴിക്കാറുള്ള ഹോട്ടലില്ലടാ. മറ്റേ നമ്മൾ വണ്ടി എടുത്തതിന്റെ തൊട്ടപ്പുറത്ത്. അങ്ങോട്ട് വാ. അപ്പൊ നമ്മൾ നേരെ കാറിന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അതേ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരെ നമ്മൾ കാറിൽ കയറി ഫുഡ് അടിക്കാൻ പോകും. വണ്ടി എടുത്തതിന്റെ സന്തോഷമായിട്ട് എല്ലാവരും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു ആവശ്യമുള്ളത് വീട്ടിൽ വയ്ക്കും. പരിപാടി അങ്ങനെ പറഞ്ഞു നിൽക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ട് പഴംപൊരി പറ്റിയൊക്കെ തീർന്നു പോയി. രാജേഷ് നീ എന്തിട്ടാ പറഞ്ഞേക്കണേ? പഴംപൊരി പറ്റിയ എന്താന്ന് ബിരിയാണി പറ്റി? നിന്റെ നീ വീട്ടിൽ ചിലവ് ബിരിയാണി എന്ന് പറയുമോ? വേറെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് എല്ലാവരും അങ്കിളുണ്ട്. അങ്കിളുണ്ടായിരുന്നു വണ്ടി എടുക്കാൻ പോയപ്പോ. ആന്റി ഉണ്ട്, അതുപോലെ തന്നെ അജിരുകുട്ടൻ ഉണ്ട്, ഇതുണ്ട്, പിന്നെ ഞാനുണ്ട്, പിന്നെ മുത്തുണ്ട്, രാജേഷ് ഉണ്ട്, പിന്നെ ഞങ്ങളുടെ വീടിന്റെ അവിടെയുള്ള ഒരു പയ്യൻ. അവന്റെ ബൈക്കുമ്പോഴാണ് രാജേഷ് ഇവിടെ വരെ വന്നത്. പിന്നെ അതിലുകുട്ടനും ഉണ്ട്. അപ്പൊ ഞാനുണ്ട്. അപ്പൊ എന്താ പറയാ, ഞങ്ങൾ കഴിച്ചിട്ട് വരാം. റൈസ് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. ഇപ്പുറത്താണ് കേട്ടോ. ഇപ്പുറത്ത് നല്ലൊരു അടിപൊളി ആംബിയൻസാണ്. ഇത് കണ്ടു. ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നല്ല അടിപൊളി സ്ഥലമായിരുന്നു. പക്ഷേ ഇവിടെ ഇരിക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരുടെ ഇത് AC, തൊട്ടിപ്പുറത്ത് നോൺ AC ആണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ അപ്പുറത്ത് കയറിയാണ് ഉണ്ടായത്. അപ്പോൾ അത് കാരണം തന്നെ ഫുഡ് കഴിച്ചിരുന്നത് വേഗം. അപ്പോൾ ഇനി അങ്കിളും അവരൊക്കെ നേരെ വടക്കഞ്ചേരിക്ക് പോവുകയാണ്. ഞങ്ങൾ നേരെ വണ്ടി കൊണ്ട് കരിവാങ്കാട്ടിലാണ് പോകണം. അവിടെ വണ്ടി കയറ്റിയാണ്. ഇവർ കയറ്റിയിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നേരെ കരിവാങ്കാട്ടിൽ കൊണ്ടുപോകാനാണ് അവർക്ക് നമ്മൾ കയറ്റിടാൻ പറ്റുന്നത്. നേരെ വണ്ടി ഓടിച്ച് പോകാം. ഇനി വണ്ടി ഓടിച്ച് പിന്നിൽ വരും. ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് പോകും. ഇനി കാർ കൊണ്ട് പിന്നിൽ വന്നോളൂ. പിന്നിലെ മുന്നിലെ പോണേ? മുന്നിൽ. എന്നാൽ മുന്നിലെ പൊക്കം. ഞങ്ങൾ പിന്നിലുണ്ടാവും. ഇതേ കുട്ടൻ കാറും കൊണ്ട് വന്നിട്ടുണ്ട്. ഇതേ അങ്ങള് വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്കിള് ഇതേ പോണു. ഇനി രാജേഷും ഞങ്ങളും കൂടിയിട്ട് നേരെ നമ്മൾ പോരാട്ടം. നീ ഓടിക്കണേ ഞാൻ ഓടിക്കണേ? അതെന്താണ് കുറച്ച് നല്ല വഴി ഓടിച്ചോക്കാം. ഏത് നല്ല വഴി? ഏതാ?
ആ ഹൈവേയിൽ നീ ഓടിക്കാം. നമുക്ക് മറ്റേ ഇവിടെ പോലീസ് സ്റ്റേഷന്റെ അവിടെ അങ്ങോട്ട് പോയാൽ പോരാ, അതല്ലേ നന്നാവുക? അല്ലെങ്കിൽ മറ്റേ വഴിക്ക് പോകാൻ നന്നാവുക? അവിടുന്ന് അങ്ങോട്ട് ഓടിച്ചു കിട്ടൂലോ അല്ലേ? അതൊന്നും കുഴപ്പമില്ല. രാജേഷ് പറഞ്ഞു ഇല്ലെങ്കിൽ നീ റേറ്റ് പറഞ്ഞാൽ മതി, ഓടിക്കില്ല ഞാൻ ഓടിച്ചോളാം. പോവാന്നാ? അതെ, പോണങ്ങാട് കൂടി പോവാന്നാ നമുക്ക്. നീ ഇതങ്ങനെ ഒറ്റയ്ക്ക് പോയിക്കോളാന്നാ പറയണേ. ഒറ്റയ്ക്ക് പോയിക്കോളേ? ഓക്കെ, അപ്പൊ ഞാൻ വണ്ടി എടുക്കാട്ടെ. ഞങ്ങൾ നേരെ വണ്ടിയുടെ അവിടെ എത്തി. വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിട്ടാണ് പോയത്. അപ്പൊ മുത്തും വണ്ടിയിൽ കയറണം എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് രാജേഷ് ഓടിച്ചോളാടാ. അത് ഞാൻ ഓടിക്കണോ? നീ എടുത്ത് നോക്കില്ലേ? കോലി എടുക്കണ രാജേഷ് ചേട്ടന് കൊടുക്കുക. രാജേഷ് ആദ്യമായിട്ടൊന്ന് ഓടിച്ചു നോക്കാണ് കേട്ടോ. എന്താണ് ഗൈസ്? എന്നാ ബാക്കിൽ നമുക്കൊരു നമ്മുടെ ബാക്കിലൊരു ക്യാബിൻ തന്നെ അവര് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം പറഞ്ഞു കൊടുക്കാടാ. രാജേഷേട്ടൻ ഓടിക്കട്ടെ. അല്ല, രാജേഷേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇത് പിടിച്ചപ്പോ എനിക്ക് ബാക്കിക്ക് പോവാൻ നല്ല രസപ്പോ ബാക്കിലിരിക്കാൻ. ജാക്കി ലിവർ സ്പാനർ അതുപോലെ തന്നെ എന്താ പറയാ പായ കയറ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. അറിയില്ല, നോക്കി നോക്കണം. അവിടുന്ന് തിരക്കായാലും വേഗം എടുത്ത് പോകുന്നു സംഭവം. എന്താ കഴിച്ചാ റിവേഴ്സ് നോക്കണ എവിടെയാന്ന്? നമുക്ക് റിവേഴ്സ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. റിവേഴ്സ് ചെയ്ത് അങ്ങനെയൊന്നും പറഞ്ഞ മസ്തയുടെ പറയും നമ്മുടെ കാറിടണ പോലെ ഇട്ടാൽ മതി. അതിലിട്ട് എടുക്കുവാൻ വേണ്ട, മറ്റേ നമ്മുടെ തേടിലും ഇട്ട് തുടങ്ങിയാൽ മതി. എന്നിട്ട് റബ്ബർ പാൻറ്റാ കൂലി കളയും. കുറച്ച് വൃത്തിയാക്കാണ്ട് കേട്ടോ. അല്ലറ ചില സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിലവിൽ. ആഴ്ച കൊണ്ട് കുറേ നാളായി ഭാരത് ബെൻസ് എന്ന് പറയുന്നത് അവൻ്റെ ആഗ്രഹം കൊണ്ട് തീർക്കും. ഓടിക്കുന്ന ആഴ്ച AC ഒക്കെ കയറണം കേട്ടോ. ഇതുണ്ട്, ബ്ലോവർ ഉണ്ട്. ബ്ലോവർ എന്തിനാ? അതെ, ആ എന്താ വിഷയം തുടങ്ങാത്ത? എയറിൻ്റെയാ? എയറിൻ്റെ കത്തണമൊന്നുമില്ല. നിനക്ക് വണ്ടി എടുക്കാൻ ഹാൻഡ് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ബസ് അടിച്ചാനെ ചിക് 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 എന്നുള്ള സാധനം വണ്ടി എടുക്കാൻ പോകുമ്പോൾ അടിക്കുമെന്നുള്ളത് അറിയില്ല കേട്ടോ. എന്തായാലും നോക്കി നോക്കും, എടുത്തു നോക്കും. എവിടെ? അവിടെയല്ല ഹാൻഡ് ബ്രേക്ക്, ഇവിടെ ഹെഡ് ലൈറ്റ് ദേ മുകളിലെ ബട്ടൺ, ലൈറ്റിന്റെ ബട്ടണാ. അത് തന്നെ, അത് തന്നെ. ഇപ്പൊ മനസ്സിലായില്ലേ? ഡിമ്മും ബ്രൈറ്റ്. ഇതില് ഡിമ്മും ബ്രൈറ്റും ഈ കുറ്റിയുമേ നമ്മുടെ അപ്പുറത്ത് ഇപ്പുറത്താന്ന് മാത്രം. ഇത് നമ്മുടെ ഫോർഡിന്റെ ഒക്കെ പോലെയാ. ഓക്കെ അല്ലേ? അത് ഓക്കെ അല്ലേ? പിന്നെ ഇവിടെ സെറ്റ് വെക്കാനുള്ള ഗ്യാപ്പും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ പിന്നെ പരിചയപ്പെടാം. എയർ കുറവില്ലല്ലോ. ചെറുതായിട്ടേ തൊണ്ട പ്രശ്നമായി. എയറിന്റെ ദേ അതാടാ, ദേ ആ റെഡില്ലേ, അവിടെ ഒരു മീറ്റർ കാണില്ലേ, അത് കുറഞ്ഞു കഴിഞ്ഞാൽ എയർ കുറവാ. അപ്പൊ അത് കയറ്റണം, അങ്ങനെയാണ്. നീ ഇതാ പോയി വിട്ടോ. നീ ഇപ്പൊ നിലവിൽ കുറവുണ്ടെങ്കിൽ ബസറടിക്കും. ഇപ്പൊ കുഴപ്പമില്ല, നീ എടുത്തോ. നമ്മുടെ മസ്ത പോലെ തന്നെ ബസറടിക്കില്ലേ തന്നെ. ഇപ്പൊ നീ ഫ്രണ്ടിൽ വണ്ടി നമ്മുടെ വണ്ടിയുടെ പോലെയല്ല. ലേശൊന്നേ കാല് കൊടുത്തെടുക്കണം കേട്ടോ. ഇപ്പൊ മൂന്നാമത്തെ ഗിയറിലേക്ക് ഇട്ട് എടുക്കണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഓക്കെ. ഇരിപ്പൊക്കെ സുഖല്ലേ? ആഴ്ചയൊന്നും മിണ്ടല്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഓടിക്കണേല്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കയറിയല്ലേ. അപ്പോൾ ഒരു ഇരുത്താവണ വരെ ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ കയ്യണക്കം വരുന്ന വരെ നമ്മൾ കൂടുതൽ വർത്താനം ചോദിക്കുമ്പോൾ അവൻ്റെ കോൺസെൻട്രേഷൻ പോകും. അപ്പോൾ അവന് ഓടിക്കേണ്ട സംഭവം കയ്യൊന്ന് മാറ്റി. ഇവിടെ അല്ലേ മിറർ കാണാനായിട്ട്. അതായത് ഈ മിറർ നോക്കിയിട്ട് വേണം ബാക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ മിററാണ് ഈ പൊട്ടിയിരിക്കണേ. അപ്പോൾ നോക്കി ഓടിക്കണം. അങ്ങനെ ഒരു ഇതുണ്ട്. ബ്രേറ്റ് ഇട്ടോടാം. ലൈറ്റ് കുറവാ പൊതുവെ. ഈ രാത്രിയൊക്കെ പോകുന്ന വണ്ടിക്ക് നല്ല ലൈറ്റ് വേണം കഴിച്ച്. ലൈറ്റൊക്കെ പൊതുവെ കുറവാണ്. ബ്രേക്കും അതേപോലെ നമ്മുടെ ഇരട്ടി ബ്രേക്ക് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ബ്രേക്കാ. മസ്തക്ക് ഏറ്റവും വലിയ ബ്രേക്ക് എന്ന് വെച്ചിട്ട് നമ്മൾ ഇരുന്നത്. പക്ഷെ നീ എവിടെയാണ് കയറിയിരിക്കണേ? നീ ബർത്തിൽ ടൂർ പോവാണോ? പൊന്നാനോ കയറി കിടക്കാറായില്ലേ? മുകളിൽ എന്നിട്ട് കിടക്കടാ. എന്തൊക്കെയാ സാധനങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാണ്ട് കഴിച്ച്. അപ്പൊ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിടാൻ. രാജേഷോട് ചോദിച്ചിട്ടൊന്നും മറുപടി ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ?
അപ്പൊ നീ ഓടിച്ചോ. ഇവിടം വരെ ഹൈവേ വലിയതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ ചെറുവഴിക്കാണ് തിരിയാൻ പോണത്. അപ്പോൾ വണ്ടിയുടെ നീളവും വീതിയൊക്കെ നോക്കി രാജേഷ് ഓടിച്ചില്ലെങ്കിൽ നമ്മുടെ ബാക്കിൽ ഈ ഇതിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലവരും കൂടെ വരണ്ടോ എന്നുള്ളത് അറിയാം. കയറ്റി ഓടിച്ചോളോ. അത്ര കയറ്റേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലായി രാജേഷേ. ഓരോ ഓടി ഓടിക്കുമ്പോഴും ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ പ്രാവശ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാവണം. ബാക്ക് മിററിൽ നോക്കിയാ ഓക്കെ. ലോക്കൽ വഴിക്ക് നീ പിടയ്ക്കാനല്ലേ? അത് ശരിയാ, ലോക്കൽ വഴിക്ക് രാജേഷ് നീ പിടയ്ക്കാൻ പോകട്ടാ. നീ ഉദ്ദേശിച്ചത് പെട 20-30 അടുത്ത ലോഡ് വരുമ്പോ ഞാൻ പടത്ത് വരും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഈ ലോഡ് ഞാൻ പതുക്കെ പോകും. മതി, പതുക്കെ പോയാൽ മതി. പെട വേണ്ട, പെട അല്ലെങ്കിലും ഇല്ലട്ടാ നമുക്ക്. ഈ വക സാധനത്തിൽ പെടൊന്നും പടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ കോപ്പും കിട്ടില്ല. വെറുതെ ആർക്കോ വേണ്ടി ഓർമ്മ പോലെയാവും. മുതലാളി വീട്ടിലിരുന്ന് കരയേണ്ടി വരും. മനസ്സിലായ? ഡ്രൈവർ ബിരിയാണി കഴിക്കും, പച്ചരി ചോറ് കഴിക്കേണ്ടി വരും മുതലാളി. ഇത് സ്പീഡിൽ ഓടിച്ച് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചാൽ മൈലേജ് ഭയങ്കര ഷോർട്ടാവും ഗൈസ്. ഇത് ഭാരത് ബെൻസ്, ലൈലൻഡ് ഏത് വണ്ടി ആയിക്കോട്ടെ, ഈ ലോങ് സർവീസ് വണ്ടിയൊക്കെ ഒരു 50 ഇടാം. നോക്കി ഓടിച്ചോളൂ, അത്ര കൂടി കയറിപ്പോണ്ട. ഭാരത് ബെൻസ് അങ്ങനെയുള്ള വണ്ടികളെ നല്ല സ്പീഡിൽ ഓടിച്ച മൈലേജ് ഭയങ്കര ഷോർട്ട് വരും. അപ്പോൾ അത് കാരണം നോക്കി കണ്ടു വേണം കറക്റ്റായിട്ട് ഓടിക്കാൻ. RPM 15 മുകളിൽ കയറ്റരുത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം കല്ല് കൊടുക്കാൻ പറ്റും. വെറുതെ പോകുമ്പോൾ RPM ഓരോ ഗിയറിലും 15 മുകളിലേക്ക് വലിച്ചിട്ട് എങ്ങനെ പോയാലും 3ന്റെ താഴത്തേക്ക് മൈലേജ് വരും. അപ്പോൾ അത് കാരണം മാക്സിമം ഈ ഭാരത് ബെൻസിനൊക്കെ 4 വരെ 3-8 വരെയൊക്കെ മുട്ടണമെന്നാണ് പറയുന്നത്. നമുക്ക് അറിയില്ല. ഓരോ ദിവസങ്ങളുടെ യാത്രകളിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ രാജേഷ് ഓടിക്കുമ്പോൾ എത്ര മൈലേജ്, ഈ ഞാൻ ഓടിക്കുമ്പോൾ എത്ര മൈലേജ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ക്ലച്ച് താങ്ങി ഓടിക്കണോ? രാജേഷ് അങ്ങനെ കുറച്ച് നേരമായിട്ട് ഓടിച്ചോട്ടെ. ഞങ്ങളുടെ വഴിയിലേക്ക് എത്തി, ചെറുവഴിയിലേക്ക് എത്തി. നീത്തിയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഏത് വഴിക്ക് പോയത് യാതൊരു ഐഡിയ കേട്ടോ. നീ അവിടെ നിന്ന് കാർ എടുത്തതേ കണ്ടുള്ളൂ, പിന്നെ കണ്ടില്ല. ഒറ്റ അലക്കാണ്. എനിക്ക് തോന്നുന്നത് എവിടേക്കാ അവിടെ പോയിണ്ടാവുക? വിയൂർക്ക് പോയിണ്ടാവുമോ? എന്താന്ന് ആ റീൽസ് മുഴുവൻ കണ്ടിട്ടില്ല. എനിക്കും ഡൗട്ട് ഉണ്ട്. മസനഗുഡി വഴിക്ക് രാജേഷേ ഊട്ടിക്ക് പോയെന്നാണ് പറയണത്. രാജേഷ് ഇത്ര നേരം ഓടിച്ചത് എന്തിട്ടാണ് തോന്നണേ? എനിക്ക് വേറെ കുഴപ്പം തോന്നുന്നില്ല. നീളം രീതിയിലൊന്നും പ്രശ്നം തോന്നണില്ല അല്ലേ? അതിന്റെ ഒരു മനസ്സിൽ ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, അത് തീർന്നു വേണ്ടി. പിന്നെ ചാട്ടം കൂടുതലും ഒന്നുമില്ലല്ലോ നമ്മുടെ കൂടുതൽ. നമ്മളിപ്പോ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുള്ളൂ. അത്ര കുറച്ച് ഓടിച്ച് ഒന്ന് ഹൈവേലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ അത്രയ്ക്കേ ഉള്ളൂ. ഞങ്ങളുടെ ഇവിടെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കാരണം ഇത്തിരി വീതിയും കാര്യങ്ങളൊക്കെ കുറവാണ്. എന്താ വെച്ചാലേ നമ്മള് പുതിയ വണ്ടി എടുത്തല്ലോ. അതെ, ഓടിക്കാൻ നമുക്ക് അറിയില്ലല്ലോ. ഒന്ന് വീതി കൂട്ടി തരണം നമുക്ക് വേണ്ടി. അതിന് വേണ്ടിട്ട് നമ്മളതിന് ഈ വഴികൾ ഷട്ടിൽ അടിക്കാൻ പോവല്ലോ. അല്ല വെല്ലപ്പുറം വീട്ടിൽ വരുമ്പോ അല്ലേ? അത് ശരിയാ. വെല്ലപ്പുറം രാജേഷിന്റെ വീട്ടിലേക്ക് വരുന്നത് അറിഞ്ഞിട്ട് ഈ വഴി വീതി കൂട്ടി കൊടുക്കണമെന്നാണ് പറയണത് കേട്ടോ, രാജേഷ് പറയണത്. സംഭവം വണ്ടിയിലിരുന്ന് യാത്ര ചെയ്തപ്പോൾ നമുക്ക് ഹാപ്പിയാണ് കേട്ടോ. വലിയ കലപ്പിലോ കാര്യങ്ങളൊന്നും ബോഡിയുടെ അടിയല്ലാണ്ട് വേറെ ടയറിന്റെ സൗണ്ടോ അല്ലെങ്കിൽ വേറെ ഒരു സൗണ്ടുകളോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല. നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, ഞാൻ ഫുൾ സംതൃപ്തനാണ്. ഓടി നമ്മൾ സംതൃപ്തനായാൽ മതി. അതെ അതെ, ഓടി നമ്മൾ സംതൃപ്തനായാൽ മതി. ഇന്ന് നമ്മൾ അടിപൊളിയാക്കാൻ പോവാണല്ലോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ഇറക്കാനായിട്ട് പൊരിയാക്കിയിട്ട്. കാട്ടാള പെയിന്റ് കണ്ടിട്ട് പെയിന്റ് കാട്ടാള പെയിന്റ് കാട്ടാള പറഞ്ഞ എന്താ കാട്ടാള പെയിന്റ്? നല്ല സ്റ്റൈല് സാധനം. കാട്ടാളെന്നാ പറയാ ഇതില്ലേ? എന്നാ ശരി, കാട്ടാളയ്ക്കാ കൊടുക്കാം. നമ്മളങ്ങനെ ഇവിടെ എത്തിട്ടോ. അവിടെ വണ്ടി കിടക്കണ്ടല്ലോ. നമ്മൾ വണ്ടി ഇവിടേക്ക് കയറ്റി നിർത്താന്നാണ് വിചാരിച്ചത്. നമ്മുടെ വീടിന്റെ സൈഡിലേക്ക് നോക്കുമ്പോ ഇവിടെ ഒരു ഇത് കാറ് കിടക്കേണ്ടത് ആരെയാന്ന് നോക്കട്ടെ, അത് മാറ്റാൻ പറയാം. അവരെയാ? ആ വീട്ടുകാരിയാണോ? അപ്പൊ നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള വീടാണ്. അപ്പൊ അവരെയാന്ന് പറയണത് രാജേഷ്. അപ്പൊ അവരൊന്ന് പറയട്ടത് കാറ് മാറ്റാൻ പറയട്ടെ. ഇതിവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്, ദേ കിടക്കണു. രാജേഷ് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി ഇടണം. അതിപ്പോൾ അവൻ എങ്ങനെ കയറ്റി ഇടണമെന്ന് നോക്കട്ടെ. കാരണം ഇവിടെ വീതി കുറവാണ്. ഇത് കണ്ടു, കറക്റ്റ് വണ്ടിയുടെ വീതി ഉള്ളിൽ കയറി വരുന്നിടത്ത്. സംഭവം ഒന്നും മുട്ടാനൊന്നുമില്ല. എന്നാലും ഇവൻ എങ്ങനെയാണ് ഓടിക്കുന്നത് ഞാൻ നോക്കട്ടെ. മുത്ത ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കുക. ഗ്ലാസ് കാണണം, മിറർ കണ്ടാലും ഓടിക്കാൻ പറ്റുള്ളൂ.
ഏകദേശം എല്ലാ വണ്ടിക്കും ബ്ലോക്ക് കൊടുക്കണോ? ഞാൻ പറഞ്ഞുതരാം, റേറ്റ് പറഞ്ഞുതരാം ട്ടാ, റേറ്റ് പറഞ്ഞുതരാം. ഒന്ന് നോക്കി ഓടിച്ചോളോ. ഓടിച്ചോ, ഫുള്ളടിക്ക്, ഫുള്ള് നിർത്തി ഓടിക്ക്, ഫുള്ളടിക്ക്, നിർത്തി ഓടിച്ചോ. ഓടിച്ചോ, ഫുള്ളടിക്ക്, 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 ഫുള്ളടിക്ക്. പോരാ, ചേർന്നില്ല. അവിടെ പോവോ? ഇവിടെ ഇഷ്ടം പോലെ ഗ്യാപ്പാ, ചേർന്ന് ഓടിക്കണായിരുന്നു. ഓട്ടെ. മതി, റോട്ടിന്നൊക്കെ പോയി. ആദ്യത്തെ തവണയല്ലേ, പ്രശ്നമില്ല. അല്ലെങ്കിൽ ഒറ്റയടിക്ക് സിമ്പിളായിട്ട് കയറി പോവും. ഓടിച്ചോ, ഓടിച്ചോ, ഓടിച്ചോ. അത്ര അടിക്കണ്ട. സ്റ്റഡി, 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 പ്ലീസ്. പൂല, പൂല, പൂല കയറും. നിങ്ങളുടെ എടുക്കുക. എന്നിട്ട് സാധാരണ ഓടിക്കുന്ന പോലെ ഓടിക്കുക. ഈ സൈഡ് ചേർന്ന് വാ. ഓടിച്ചോ. ആ സൈഡിൽ നിന്നൊക്കെ വണ്ടി വന്ന് തുടങ്ങി പണിയായി. ഞാൻ റേറ്റ് പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ. ഗായ്സ്, ആകെ പാർക്ക് ലൈറ്റ് മാത്രമാണ് കേട്ടോ കത്തണുള്ളൂ. ഡിമ്പും ബ്രൈറ്റും ഇതിൽ ഒരു ലൈറ്റേ കത്തണുള്ളൂ, മറ്റേ ലൈറ്റ് കത്തണില്ല. അതാണ് ആകെ വെളിച്ചം കുറവ്. ഇത്ര ലോങ് ഒക്കെ പോണ വണ്ടിക്ക് വേറെ ഒരു ലൈറ്റ് പോലും ഇല്ല കേട്ടോ. ആകെ ഈ 2 കുഞ്ഞ ബൾബ് മൊട്ട ലൈറ്റ് മാത്രം. ഇതൊക്കെ എങ്ങനെയോ ഓടിച്ചു കൊണ്ട് കിടക്കണം ഇത്ര ലൈറ്റ് ഇല്ലാണ്ട് വെച്ചാ. അപ്പോൾ എന്തായാലും നിലവിൽ നമ്മൾ ഒരു കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം രാജേഷ് വണ്ടി അങ്ങനെ നേരെ റൂട്ടിൽ നിന്ന് ഓടിച്ച് കയറ്റി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഇട്ടു കേട്ടോ. ഇനി അപ്പോൾ ലൈറ്റും കാര്യങ്ങളും കിലോമീറ്ററും അല്ല ലൈറ്റല്ല കിലോമീറ്ററും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ഡീസൽ എന്തോരം ഉണ്ടെന്ന് നോക്കി എല്ലാം കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാളെ എല്ലാം നോക്കാം. ഇതിൻ്റെ ഇൻഡിക്കേറ്ററും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് കത്തുന്നുണ്ട് നോക്കട്ടെ. ബാക്കിലത്തെ 2 പാർക്ക് ലൈറ്റ് കത്തുന്നുണ്ട്, ഇതിൽ കത്തുന്നുണ്ട്. രാജേഷേ, ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ടാ. ഇൻഡിക്കേറ്റർ ബാക്ക് ഉണ്ട്, ഫ്രണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം കത്തുന്നുണ്ട്. ഓക്കെ. ഇനി അപ്പുറത്തെ സൈഡ് ഞാൻ അപ്പുറത്തേക്ക് പോട്ടെ, എന്നാലല്ലേ അറിയുള്ളൂ. നോട്ടെ. ഇൻഡിക്കേറ്റർ ഇവിടെ ഓക്കെയാണ്. ഇൻഡിക്കേറ്റർ ഓക്കെയാണ്. ബ്രേക്ക് ഒന്ന് ചവിട്ടിയടാ. ബ്രേക്ക് ലൈറ്റ് കത്തുണ്ടോ? ബ്രേക്ക് ചവിട്ടിയേ. ഒരെണ്ണേ ഉള്ളൂ. ആ സൈഡ് കത്തുന്നുണ്ട്, ഈ സൈഡ് കത്തണില്ല. അപ്പോൾ ഒന്ന് ശരിയാക്കണം. പിന്നെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ ശരിയാക്കി എടുക്കാണ്ട് നാളെ രാവിലെ കാണിക്കാം ഗൈസ്. ഏത് സ്വിച്ചാ? അതവിടെ നാളെ കാണിച്ചു തരാം. നാളെ നീ ഫ്രീ അല്ലേ? നാളെ ഒക്കെ കാണിച്ചു തരാം. നിലവിൽ മുത്തങ്ങോട്ട് കയറിയിരുന്നേ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തത്തെ ചൂടാണ് കാണിക്കുന്നത്, 27 ഡിഗ്രി. ബ്ലോവർ ഓൺ ചെയ്തിട്ടുണ്ട് അല്ലേ? ബ്ലോവർ മാത്രമേ ഉള്ളൂ. ഇത് കാറ്റ് വരുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി. അപ്പോൾ AC നമുക്ക് ഫിറ്റ് ചെയ്യണം നിലവിൽ. പിന്നെ നിലവിൽ എയർ തിപ്പുണ്ട്. പിന്നെ കിലോമീറ്റർ ഞാൻ പറഞ്ഞ പോലെ തന്നെ 6182 കിലോമീറ്റർ. ഇത് ഈ സ്വിച്ചാണോ? ഇങ്ങോട്ട് കയറി വാ, കാണിച്ചു തരാം. ഇതിലൊരു സ്വിച്ച് കണ്ടോ? വീല് പൊക്കാനും താത്താനുള്ള സ്വിച്ച്. അതനുസരിച്ച് ഒരു എംബ്ലം ഉണ്ട്, കണ്ടോ? ഒരു എംബ്ലം കണ്ടോ? ഇത് അത് പോവും. ഇത് ഞെക്കി കഴിഞ്ഞാൽ കണ്ടോ? കണ്ടോ? അത് പൊക്കാനും താത്താനും ചെയ്യുന്ന സാധനമാണ്. ഓക്കെ. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പൊ ഗൈസ്, നാളെ നമുക്ക് വണ്ടിയുടെ ഫുൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ ഒന്ന് ചെറുത് നമ്മുടെ ഐഡിയയിൽ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയും വേണം. അതിനുശേഷം വേണം ബാക്കിയുള്ള സർവീസിനും കാര്യത്തിനൊക്കെ കൊടുക്കാൻ. കുറേ വേസ്റ്റ് ഇതൊക്കെ വയറുകളൊക്കെ ഉള്ളതൊന്ന് പെർഫെക്റ്റ് ആക്കി നമ്മുടെ ഐഡിയ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മുത്തേ എല്ലാം ചെയ്ത് പൂരിയാക്കിയോളോ അല്ലേ? അല്ലേ രാജേഷ? യെസ് എന്ന് പറയും. നിങ്ങൾക്ക് ഭാരത് ബെൻസ് കിട്ടിയ സന്തോഷമില്ലല്ലോ? യെസ്, അതന്നെ.